ആ അല്ല മോളെ, എനിക്ക് തീരെ വയ്യ അല്ലേ? ഓ, തീരെ വയ്യാമ്മ. എനിക്ക് എന്തെങ്കിലും ഒരു നിവൃത്തി കൊണ്ടുണ്ടെങ്കിൽ ഞാൻ പോയേനെ. ചൊട്ടും വയ്യ. വയ്യായ കൊണ്ട് എങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിന് പോകുന്നത്? ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, ഞാനില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. സാരമില്ല, എല്ലാവരും പോയിച്ചു വരട്ടെ. അത് സാരമില്ല. ഇപ്പം വയ്യാക്കിയിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? കല്യാണമൊന്നും അല്ലല്ലോ, വാക്കുറപ്പിക്കലും വളയിടലും ഒക്കെ അല്ലേ. വയ്യാങ്കിൽ പിന്നെ മോള് പോകണ്ട. നീ അവിടെ കൂടെ പോയിട്ട് വരുമ്പോൾ നീ ക്ഷീണിക്കും, പിന്നെ ഒന്നും കൂടെ ഒട്ടും വയ്യാതാവും. സാരമില്ല. ഇനിയിപ്പം നമുക്ക് മാറ്റാനും പറ്റുമോ ദിവസം? എല്ലാവരെയും നമ്മൾ വിളിച്ച് ക്ഷണിച്ചിട്ട് അവരെല്ലാം തിരക്ക് മാറ്റിയിട്ട് വന്നിട്ട് നമുക്ക് ഇനി വാക്ക് മാറ്റാൻ പറ്റുമോ? ഇപ്പം സാരമില്ല, മോളിപ്പോൾ റെസ്റ്റ് എടുക്ക്. ബാക്കി എല്ലാവരും ഉണ്ടല്ലോ. മുൻപന്തിൽ നിൽക്കണം, നീ എല്ലാത്തിനും നിൽക്കണമെന്നായിരുന്നു ഉമ്മയുടെ ആഗ്രഹം. അവനിക്കും ഭയങ്കര വിഷമം, ചേട്ടത്തേക്ക് വയ്യാതെ വന്നല്ലോ എന്ന് ഓർത്തുണ്ട്. ഇപ്പം സാരമില്ല, പോയിച്ചു വരട്ടെ എല്ലാവരും. ഓളപ്പോഴത്തേക്ക് റെസ്റ്റ് എടുക്ക്. നീ ഇങ്ങനെ നിൽക്കുന്ന എന്തിനാ? ഇച്ചിരി മാറിക്കടാ, ഞാൻ അവരെല്ലാവരും പോയിച്ചു വരട്ടെ. മയപ്പുറത്തോട്ടൊന്ന് ചെല്ലട്ടെ, അവരെല്ലാവരും പോകാൻ നിൽക്കുക. എന്തോ ചെയ്യാനായിപ്പോയി റബ്ബേ. പിന്നെ കല്യാണത്തിന് പെണ്ണിന് വളയിടാൻ പോകാൻ വേണ്ടിയുണ്ട്. ഇതൊന്ന് മുടങ്ങി കിട്ടാൻ എന്താ റബ്ബേ ഒരു വഴി? ഈ കല്യാണം കൂടെ നടന്ന് കിട്ടിയ പിന്നെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. കാശുള്ള വീട്ടിലെ പെണ്ണാന്ന് പറഞ്ഞപ്പോൾ തലയും കുത്തി വീണു മൈമോനും കൂടെ. ഞാനിനി എന്ത് ചെയ്യും? പല വഴിയും ഞാൻ നോക്കിയല്ലോ റബ്ബേ ഒന്ന് മുടക്കാനായിട്ട്. ഒന്നും നടന്നില്ല. ഇപ്പതാ പെണ്ണിന് വളയിടാൻ പോയിരിക്കുക. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഒന്നും. ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും? അമ്മ, ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങുവാട്ടാ. അയ്യോ, മോൾ ഇറങ്ങിയോ? രാവിലെ ഒന്നും കഴിച്ചുമില്ല, ഉച്ചകളത്തേക്കൊന്നും ആക്കിയില്ല. അവൾ എണീറ്റുമില്ലല്ലേ? അവളോട് പ്രത്യേകം ഞാൻ പറഞ്ഞത് രാവിലെ എണീറ്റെല്ലാം ഒന്ന് ആക്കി കൊടുക്കണേന്ന്. ഉമ്മ എന്നാൽ ഒന്ന് വിളിക്കട്ടെ മോളെ അവളെ. അയ്യോ വേണ്ട, ഇത്ത കിടന്ന് ഉറങ്ങിക്കോട്ടെ. അതുമല്ല സമയമില്ലമ്മ, ഇത്രയും ദിവസം ലീവായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെ ചെല്ലണം. അതുമല്ല ഇനിയിപ്പോൾ ഞാനും കയറിയില്ല അടുക്കളയിലേ, സമയം ഒരുപാടായിപ്പോൾ, ഉറങ്ങിപ്പോയി. ഇത്ത കിടന്നോട്ടെ. ഇനിയിപ്പോൾ നാളെ മുതലാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരോടെ രാവിലെ എണീറ്റോളാം. ഞാൻ അലാറം വയ്ക്കാനും വിട്ടുപോയി, അതാ. കുഴപ്പമില്ല, ഇത്തന്ന് ഉറങ്ങിക്കോട്ടെ. ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഇനി സമയമില്ല. ഇത്തടുത്ത് പറഞ്ഞേക്കണം ഞാൻ പോയെന്ന്. ശരി എന്നാൽ. എന്തൊരു കഷ്ടമായിപ്പോയി. അവിടുത്തെ ഞാൻ പ്രത്യേകം പറഞ്ഞ് രാവിലെ എണീറ്റെല്ലാം ഒന്ന് ആക്കി കൊടുക്കണമെന്ന്. ചായ പോലും ആ പെണ്ണ് കുടിക്കാതെ ഇറങ്ങിപ്പോയത്. ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. പെണ്ണെന്താണെന്നോ എണീക്കാഞ്ഞത്. എണീറ്റ് വരട്ടെ. എനിക്കെന്തെങ്കിലും വയ്യായിരുന്നോ എന്നോ? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എന്നിട്ടെന്താ നീ രാവിലെ എണീക്കാഞ്ഞത്? ഇന്നലെ നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ രാവിലെ എണീക്കണം, ആ പെണ്ണിന് ചോറൊക്കെ കൊണ്ടുപോകാനുള്ളതാണെന്ന്. ആ പെണ്ണാണെങ്കിൽ രാവിലത്തെ ഒന്നും കഴിച്ചില്ല, ചായ പോലും കുടിക്കാതെ ആ പെണ്ണ് ഇറങ്ങിപ്പോയത്. ഉച്ചക്കലത്തേക്കും ഇതായിട്ടില്ല. ആദ്യമായിട്ട് ഇവിടുന്ന് ജോലിക്ക് പോവുക. അപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് ശ്രദ്ധിക്കേണ്ടായിരുന്നോ? അതൊരു കഷ്ടമായിപ്പോയി. ഞാൻ വിചാരിച്ചത് എനിക്ക് എന്തെങ്കിലും വയ്യായിരിക്കുമോ. ഇപ്പോൾ ഉമ്മാക്ക് പുതിയ മരുമോളെ മതി. ആരും തെറ്റു പറയാൻ പറ്റത്തില്ല. വന്നു കയറിയ മരുമക്കൾക്ക് സ്വത്തും പണവും ഇല്ലെങ്കിൽ അവൾ വേലക്കാരിയാണ്. ഇപ്പം വന്നു കയറിയ മരുമക്ക് സ്വത്തുണ്ട്, പണമുണ്ട്, പഠിത്തമുണ്ട്, പോരാത്തിന് ജോലിയും ഉണ്ട്. എനിക്കോ സ്വത്തുമില്ല, പണവുമില്ല, പഠിപ്പുമില്ല, ജോലിയുമില്ല, ഇവിടുത്തെ വേലക്കാരി. എൻ്റെ വിധി, പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇതെന്തൊക്കെയാ കൊച്ചായി പറയുന്നത്? ഇതൊക്കെ നിൻ്റെ തോന്നല. വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ഓരോ ചിന്തകൾ നീ മനസ്സിൽ വെച്ച് ഇതാക്കല്ലേ കൊച്ചേ. ഇതൊന്നും എൻ്റെ തോന്നലല്ല, ശരിക്കുമുള്ള കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ഉമ്മാക്ക് എന്നോട് ദേഷ്യം ഒക്കെ കാണും. ഈ വീട്ടിലെ ജോലി മുഴുക്കെ ചെയ്യണം. ഇപ്പം തന്നെ കണ്ടില്ലേ, അവൾക്ക് ഞാൻ രാവിലെ എണീറ്റ് വെച്ചുണ്ടാക്കി കൊടുക്കാത്തതിന് ഉമ്മയുടെ സ്വഭാവം മാറിയില്ലേ? അവൾക്ക് വേണമെങ്കിൽ അവൾ വെച്ചുണ്ടാക്കണം, അതാണ് ചെയ്യേണ്ടത്. എനിക്കൊന്നും ജോലിക്കൊന്നും പോകണ്ട, അവൾക്കല്ലേ ജോലിക്ക് പോകേണ്ടത്. അപ്പോൾ അവൾ രാവിലെ എണീക്കണമായിരുന്നു.
പറഞ്ഞ കാര്യം ഞാനിവിടുത്തെ വേലക്കാരിയാണല്ലോ, എല്ലാവർക്കും വെച്ചുണ്ടാക്കാനും ഒക്കെ നടക്കേണ്ടതല്ലേ, മരുമോളല്ലല്ലോ, ശമ്പളമില്ലാത്ത വേലക്കാരി. ഉമ്മയുടെ സ്വഭാവത്തിന് മാറ്റം വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞത് ശരിക്കുള്ള കാര്യം തന്നെയാണ്. പാവപ്പെട്ട വീട്ടിലെ പെമ്പിളാർ തന്നെ പോരൊക്കെ നടക്കും, കാശുള്ള വീട്ടിലെ പെമ്പിളാർക്ക് പോരെടുക്കാൻ ചെന്നാലേ വിവരം അറിയും. ഇതെനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടുമ്മ. എനിക്ക് സ്വത്തും പണമൊന്നുമില്ലല്ലോ, ഇപ്പോൾ എന്നോട് എന്തും പറയാം, ഇപ്പോൾ ആർക്കും തട്ടിക്കയറാം. ഇപ്പോൾ ഉമ്മയുടെ ബന്ധുക്കാർ തന്നെ ഇപ്പോൾ എന്നോട് വലിയ മൈൻഡ് പോലും ഇല്ല. അന്ന് ഞാൻ കണ്ടു, എനിക്ക് എല്ലാവരും സ്വഭാവം മാറുമെന്ന് എനിക്കറിയാം. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാടി മോളെ നിന്നോട്? എൻ്റെ 2 ആൺമക്കളും എനിക്ക് ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അതിന് ഞാൻ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അവന്മാർ എനിക്ക് ഒരുപോലെ തന്നെയാണ്. പിന്നെ വന്നു കയറിയ മരുമക്കളും എനിക്ക് അതുപോലെ തന്നെയാണ്, എനിക്ക് തുല്യമാണ്. നിങ്ങളിപ്പോൾ രണ്ടും 2 വീട്ടിൽ നിന്നാണ് വന്നത്. അത് പണമുണ്ടോ പണമില്ലയോ ഒന്നുമല്ല എൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങൾ തുല്യവരാണ്, എൻ്റെ 2 മരുമക്കളാണ്. എനിക്ക് നിന്നെക്കാട്ടി കൂടുതൽ അവൾക്കാണ് ഇഷ്ടം, അവളെക്കാട്ടി കൂടുതൽ എനിക്ക് നിന്നോട് അങ്ങനെയില്ല. എനിക്ക് ഒരേപോലെ തന്നെ ഇഷ്ടമാണ്, അതിനൊന്നും യാതൊരു വ്യത്യാസമൊന്നും ഇല്ല മോളെ. പിന്നെ പണം നോക്കി ഉമ്മ പോയതല്ല, അവൻ്റെ ഒരു ഇഷ്ടം അവൻ എന്നോടൊന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ എതിർത്തു, കാരണം നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ബന്ധമല്ല എന്ന് ഞാൻ പറഞ്ഞു. പോയി ഞാൻ എന്നാലും അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ച് പോയി കണ്ടു. എനിക്ക് ആ പെൺകൊച്ചിനെ കണ്ട് സംസാരത്തിൽ തന്നെ മനസ്സിലായി, അവൾക്ക് ആ പണത്തിൻ്റെ ഹുങ്കൊന്നും അവൻ്റെ ആ പെണ്ണിൻ്റെയോ വീട്ടുകാർക്കോ അങ്ങനെയുള്ളവരൊന്നുമില്ല. പടച്ചോനെ പേടിച്ച് ജീവിക്കുന്നവരാണ് അവർ. അവൾ അതിൻ്റെ ഒരു അഹങ്കാരവും കാണിക്കില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ്റെ ഇഷ്ടം ഞാൻ നടത്തി കൊടുത്തു. എല്ലാത്തിനും ഞാൻ നിന്നെ മുൻപന്തിയിലല്ലേ ഞാൻ നിർത്തിയത്, എന്തെങ്കിലും കുറവ് വരുത്തിയോ? പക്ഷെ നീ ഒഴിഞ്ഞു മാറി മാറി നിൽക്കുമല്ലായിരുന്നോ? നീ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വെക്കരുത് മോളെ. നിങ്ങൾ 2 പേരും 2 അടുത്ത് വന്നു പറയും, ഇവിടെ നിങ്ങൾ തുല്യരാണ്. അവൾക്ക് നിന്നോട് ഭയങ്കര കാര്യം തന്നെയാണ്. ഇപ്പോൾ അവൾ ഇവിടുന്ന് ആദ്യമായിട്ട് പോകുമല്ലേ, അപ്പം നമ്മൾ ചോറൊക്കെ അവളവരുടെ വീട്ടിൽ നിന്ന് ചോറ് ഒക്കെ ആയിട്ടാണ് അവൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? നീയല്ലേ ഇത് ശ്രദ്ധിക്കണ്ടേ? എൻ്റെ സ്ഥാനമല്ലേ നിനക്കിവിടെ, എൻ്റെ സ്ഥാനം കഴിഞ്ഞ് നീയാണിവിടെ. അപ്പം നീയാണ് ഇതൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഉമ്മ, അല്ല നിന്നെ ഇവിടെ വേലക്കാരി ആക്കിയിട്ട് ഞാൻ അവളെ കസരപ്പുറത്ത് ഇരുത്തത്തില്ല. 2 പേരും എനിക്ക് ഒരുപോലെ, അതിന് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ, അത് നീ മനസ്സിലാക്ക്. ഞാൻ ആവശ്യമില്ലാത്ത എൻ്റെ മോളെന്നെ ചിന്തിച്ചൊന്നും കൂട്ടരുത്, കേട്ടല്ലോ? എന്നിട്ടാണോ ഉമ്മ ഇപ്പം വന്നിട്ട് അവൾക്ക് ഞാനൊന്ന് വെച്ചുണ്ടാക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറയാൻ വന്നത്? അപ്പോൾ പിന്നെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അവൾക്കല്ലേ ജോലിക്ക് പോകേണ്ടത്, അവളല്ലേ എണീറ്റെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് രാവിലെ എണീറ്റ് അവൾക്ക് ചോറും കറിയൊക്കെ വെച്ചു കൊടുക്കാൻ ഞാൻ ആരാ അവിടെ? അത് പിന്നെ ഞാൻ പറയത്തില്ലേ, ഇവിടുത്തെ അടുക്കള കാര്യങ്ങളെല്ലാം നിന്നെയല്ലേ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, നിൻ്റെ ഇഷ്ടമല്ലേ ഇവിടെ എല്ലാം നടക്കുന്നത്. ഇന്നേ വരെ എൻ്റെ അഭിപ്രായം വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് വിട്ടുതന്നിരിക്കുകയല്ലേ ഇവിടെ. ഞാൻ വന്ന് ഞാൻ സഹായിക്കുന്നുണ്ട്, നീ എന്നെ ഒന്നും ചെയ്യിപ്പിക്കത്തുമില്ല. ആ പെണ്ണ് അതിനും ഭാവമൊന്നും ഇല്ല കേട്ടോ. ആ പെണ്ണ് ഇന്ന് പറഞ്ഞത് എന്താണെന്നറിയാവോ? ഇന്ന് വേണ്ട, ഇത്ത കടന്നോട്ടെ, എന്തെങ്കിലും വയ്യായിരിക്കും, നാളെ മുതൽ ഞങ്ങൾ 2 പേരും കയറിക്കോളാമ്മ, ഞാൻ ഇന്ന് ഉറങ്ങിപ്പോയിന്ന് ഒന്നും വേണ്ട. അവൾ അങ്ങനെ തന്നെ പോയില്ലേ? അപ്പോൾ മനസ്സിലാക്കിക്കോളൂ അവളുടെ സ്വഭാവത്തിന്. നിന്നെ അവൾക്ക് ഭയങ്കര കാര്യമാണ്, നീയും അതേപോലെ കാണും, നിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അതുപോലെ നീ കാണണം. നിങ്ങളിവിടെ സ്വരമായിട്ട് ജീവിക്കുന്ന ഉമ്മ മരിക്കുന്ന വരെ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം. നിൻ്റെ അനിയത്തിയാണ്, അവൾക്കൊരു കൂടപ്പുറപ്പൊന്നും ഇല്ല, അവൾക്ക് ഒറ്റ മോളാണ് അവർ. അപ്പോൾ അതിൻ്റെ സ്നേഹവും കരുതലൊക്കെ അവൾക്ക് നിന്നോടുണ്ടാവും. ഞാൻ വിളിക്കാൻ പോയിട്ടുള്ള സമ്മതിച്ചല്ലേ, ഇത്ത കടന്നോട്ടെ അമ്മ, നാളെ ഞങ്ങൾ 2 പേരും എണീറ്റ് ഞങ്ങൾ ചെയ്തോളാം എന്ന് ആ പെണ്ണ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പാവം ആ പെണ്ണിനില്ല. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത ചിന്തിക്കേണ്ട. നീയും അവളും എനിക്ക് ഒരുപോലെ, എൻ്റെ ആൺമക്കൾ എങ്ങനെയാണ് അതുപോലെയാണ് നിങ്ങളും. സന്തോഷമായിട്ട് നിങ്ങളിവിടെ നിന്ന് കഴിയണം, അത്രയേ ഉള്ളൂ. പറഞ്ഞു കേട്ടല്ലോ, ഇനി ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വെക്കരുത്. എനിക്കറിയാം നീ ആൾ പാവമൊക്കെ തന്നെയാണ്, നിൻ്റെ ഈ കുട്ടിത്തരങ്ങളൊക്കെ ഇതൊക്കെ ഉള്ളൂ. പറഞ്ഞു കേട്ടാ. നീ അവൾ വൈകിട്ട് വരുമ്പോഴത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചായ കൂടെ എന്തെങ്കിലുമൊക്കെ മോളുണ്ടാക്കി വെച്ചാൽ മതി, കേട്ടല്ലോ? നീ അത് ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കരുത്. ആ, പൊട്ടി പെണ്ണ്.